ഹായ് നമസ്കാരം. ബയോഫ്ലോക് ടാങ്ക് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടമായ ഗ്രൗണ്ട് ലെവലിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവൽ ചെയ്തതിന് ശേഷമാണ് കുഴിയെടുത്ത് ഡ്രെയിനേജ് സിസ്റ്റം അതിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. എവിടെയാണോ നമ്മൾ ടാങ്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിന്റെ മധ്യത്തിലായി ഒരു കമ്പിയോ ബലമുള്ള കമ്പോ നമ്മൾ ആദ്യമായി നാട്ടുക. അതിലേക്ക് ഒരു കയറ് കെട്ടുക. കയറ് കെട്ടിയതിനു ശേഷം എത്ര ഡയമീറ്ററിലുള്ള ടാങ്കാണോ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പകുതി അളവ് കയറിൽ രേഖപ്പെടുത്തുക. അതായത് നമ്മൾ 4 ഡയമീറ്ററുള്ള ടാങ്കാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പകുതിയായ 2 മീറ്റർ കയറിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം കയർ ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചതിന് ശേഷം സൈഡിൽ നിന്ന് മധ്യത്തിലേക്ക് സ്ലോപ്പ് വരത്തക്ക വിധത്തിൽ, ഇപ്പൊ സൈഡിൽ ഉള്ളതിനേക്കാൾ 25 സെന്റി അല്ലെങ്കിൽ 30 സെന്റി താഴ്ന്നു നിൽക്കണം മധ്യഭാഗം. ആ മധ്യഭാഗത്ത് നിന്നാണ് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം വെളിയിലേക്ക് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ സ്ലോപ്പ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ലഡ്ജും മറ്റുള്ള വേസ്റ്റും എല്ലാം സെൻട്രൽ വന്ന് ഡ്രെയിനേജിലേക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ബയോഫ്ലോക് ടാങ്കിന്റെ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പം ബയോഫ്ലോക് ടാങ്ക് നിർമ്മാണത്തിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.